പരിക്ക് പറ്റിയെങ്കിലും ആ പരിക്കൊന്നും ചിന്താശേഷിയെ ബാധിച്ചിട്ടില്ലെന്നും കാഴ്ചപ്പാടുകളെ ബാധിച്ചിട്ടില്ലെന്നും രാഷ്ട്രീയ ദർശനത്തെ ബാധിച്ചിട്ടില്ലെന്നും അവർ തെളിയിക്കുകയും ബോധ്യപ്പെടുത്തുകയും പിന്നെ അവരുടെ വിവേചനശേഷിക്ക് യാതൊരു രീതിയിലുള്ള വൈകല്യങ്ങൾ ബാധിച്ചിട്ടില്ലെന്ന് നമ്മളെ അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുകയും ചെയ്ത ഒന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ പ്രതികരണം. കേരളത്തിലെ മറ്റേതൊരു വനിതാ നേതാക്കന്മാരും എന്നുള്ളത് മാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസിലെ ഏതൊരു നേതാവിനേക്കാളും മുമ്പ് വി.ഡി. സതീശനോ രമേശ് ചെന്നിത്തലയോ ഒക്കെ പറയുന്നതിനേക്കാൾ സ്ട്രോങ് ആയി ഏറ്റവും ആദ്യം ഇങ്ങനെയുള്ള ഒരാളെ പാർട്ടിയിൽ നിന്നെടുത്ത് പുറത്തു കളയണം എന്നാദ്യം പറഞ്ഞത് സസ്പെൻഷൻ നടപടി പോലും വരുന്നതിന് മുമ്പ്. കാരണം KSUവിനും യൂത്ത് കോൺഗ്രസിലൂടെയൊക്കെ കുട്ടികൾക്ക് കടന്നു വരാൻ പറ്റണം. എൻ്റെ കൊച്ചുമക്കൾ പോലും അതിലൂടെ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ മകന് 2 ഇരട്ട കുഞ്ഞുങ്ങളാണ്. അവരും നാളെ KSUക്കൂടെ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പഴയ KSUക്കാരുടെ അതേ വീര്യത്തോടു കൂടിയിട്ട് പറഞ്ഞ ആ ഉമാ തോമസ് എന്തുകൊണ്ടും ഫിസിക്കലി മെൻ്റലി ബോത്ത് അവർ ഫിറ്റാണ് വീണ്ടും മത്സരിക്കാനെന്നുള്ള സാഹചര്യത്തിൽ മറ്റൊരു സ്ഥാനാർത്ഥിയിലേക്ക് ചർച്ച പോകുന്നത് തന്നെ തെറ്റായ ഒരു പ്രവണതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്.